TLB's ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. +1 സുവോളജി ഹ്യൂമൻ ഫിസിയോളജി എന്ന യൂണിറ്റിലെ കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ എന്ന ചാപ്റ്ററിലെ 4ാമത്തേതും അവസാനത്തേതുമായ വീഡിയോയാണ്. കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ നമ്മുടെ ഡിഫറൻറ്റ് എൻഡോക്രൈൻ ഗ്ലാൻസുകളെക്കുറിച്ചും അവ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണുകളെക്കുറിച്ചുമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കൂടുതൽ എൻഡോക്രൈൻ ഗ്ലാൻസുകളെക്കുറിച്ചും അവയുടെ ഹോർമോണുകളെക്കുറിച്ചും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ ടെസ്റ്റിസിനെ കുറിച്ച് പഠിക്കാം. ടെസ്റ്റിസ് എന്ന് പറയുന്നത് മെയിൽ സെക്സ് ഓർഗനാണ്. മെയിൽസിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനാണ് ടെസ്റ്റിസ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഫീമെയിൽസിൻ്റെ റീപ്രൊഡക്റ്റീവ് ഓർഗനാണ് ഓവറി. ഈ ടെസ്റ്റിസും ഓവറിയും മെയിനായിട്ടുള്ള ഫങ്ഷൻ എന്ന് പറയുന്നത് റീപ്രൊഡക്റ്റീവ് സെൽസുകളായ സ്പെർമറ്റോസൈറ്റ്സിൻ്റെ സ്പേം സെൽസിൻ്റെയും അതുപോലെ എഗ് സെൽസിൻ്റെയും പ്രൊഡക്ഷനാണ്. അപ്പോൾ അവയോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്ന ചില ഹോർമോണുകളും അവ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് നമുക്ക് ഈ ടോപ്പിക്കിൽ പഠിക്കുവാനുള്ളത്. A pair of testes is present in the scrotal sac outside abdomen of male individual. മെയിൽസിനെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിൻ്റെ പുറത്തായിട്ട് തന്നെ വൃഷണസഞ്ചി എന്നറിയപ്പെടുന്ന ഒരു സാക്ക്, അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് സ്ക്രോട്ടൽ സാക്ക്. അതിലാണ് ടെസ്റ്റിസ് എന്ന് പറയുന്ന ഓർഗനെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നത്. ടെസ്റ്റിസ് പെർഫോം ഡ്യുവൽ ഫങ്ഷൻസ്, നേരത്തെ സൂചിപ്പിച്ചു. അതിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ആക്ട് ആസ് എ പ്രൈമറി സെക്സ് ഓർഗൻ. That is, it produces male sex cells, male reproductive cells known as spermatocytes or sperm cells, as well as it acts as an endocrine organ, endocrine gland. That is, it will secrete some hormones. Testis is composed of seminiferous tubules. ഇപ്പോൾ ഓരോ ടെസ്റ്റിസും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ടെസ്റ്റിസിനകത്ത് ധാരാളം ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു അറകളുണ്ടാകും. അതിനെ ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് എന്ന് വിളിക്കും. ഈ ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസിനകത്ത് ചെറിയ ഫൈൻ ട്യൂബ്യൂൾസ് ഉണ്ടാകും. ആ ട്യൂബ്യൂൾസിനെ വിളിക്കുന്ന പേരാണ് സെമിനിഫറസ് ട്യൂബ്യൂൾസ്. സെമിനിഫറസ് ട്യൂബ്യൂൾസിന് ഇടയിലുള്ള സ്പേസ്, ഈ പിക്ചറിൽ കാണുന്നത് ഇതൊരു സെമിനിഫറസ് ട്യൂബ്യൂളാണ്, ഇത് അടുത്ത ഒരു സെമിനിഫറസ് ട്യൂബ്യൂളാണ്. അപ്പോൾ ഇതിനിടയ്ക്കുള്ള സ്പേസ്, അപ്പോൾ അവിടെ ടിഷ്യൂസ് ഉണ്ടാകും. ആ ടിഷ്യൂസിനെയാണ് ഇൻ്റർസ്റ്റീഷ്യൽ ടിഷ്യൂ അല്ലെങ്കിൽ സ്ട്രോമൽ ടിഷ്യൂ എന്ന് വിളിക്കുന്നത്. ഈ ടിഷ്യൂസിലുള്ള സെൽസിനെ വിളിക്കുന്ന പേരാണ് ഇൻ്റർസ്റ്റീഷ്യൽ സെൽസ്, അഥവാ മറ്റൊരു പേരൂടെ വിളിക്കും, ദാറ്റ് ഈസ് ലൈഡിക് സെൽസ് എന്ന് വിളിക്കും. ലൈഡിക് സെൽസ് ഓർ ഇൻ്റർസ്റ്റീഷ്യൽ സെൽസ് എന്ന് വിളിക്കും. ഈ സെൽസ് സെക്രീറ്റ് എ ഹോർമോൺ. ആ ഹോർമോൺസിനെ കോമൺലി വിളിക്കുന്ന പേരാണ് ആൻഡ്രോജൻസ്. ആൻഡ്രോജൻസിന് ഒരു എക്സാമ്പിളാണ് ടെസ്റ്റോസ്റ്റിറോൺ. The Leydig cells or interstitial cells which are present in the intertubular spaces produce a group of hormones called androgens, mainly testosterone. ഓർക്കുക, interstitial cells അല്ലെങ്കിൽ Leydig cells which is present in the seminiferous tubules of testis produce a hormones known as androgens, mainly testosterones. ആൻഡ്രോജൻസ് ആണ് പുരുഷ ലൈംഗിക ഹോർമോൺ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്തൊക്കെയാണ് ആൻഡ്രോജൻസിൻ്റെ ഫങ്ഷൻസ് എന്ന് നോക്കാം. ഇപ്പോൾ ടെസ്റ്റിസിലാണ് സ്പേം സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേം സെൽസ് വഹിച്ചു കൊണ്ടുപോകാനായിട്ട് കുറേ കുഴലുകളുണ്ട്, ഡക്റ്റുകളുണ്ട്. ആ ഡക്റ്റുകളെ കോമൺലി നമ്മൾ അക്സസറി ഡക്ട്സ് എന്ന് വിളിക്കും. ഈ പിക്ചറിൽ കാണുന്നത് പോലെ റെറ്റി ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, എപ്പിഡൈഡിമസ്, വാസ് ഡിഫറൻസ്, ഇതൊക്കെ അക്സസറി ഡക്റ്റുകളാണ്. അതുപോലെ ഇതിൻ്റെ റീപ്രൊഡക്റ്റീവ് ഫങ്ഷൻ നിർവഹിക്കുവാനായിട്ട് ചില ഗ്ലാൻഡുകളുമുണ്ട്. ആ ഗ്ലാൻഡുകളുടെ കൂട്ടത്തിൽ വരുന്നതാണ് സെമിനൽ വെസിക്കിള്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, ബൾബോ യുറീത്രൽ ഗ്ലാൻഡ് എന്നൊക്കെ പറയുന്ന ഗ്ലാൻഡുകൾ. അപ്പോൾ ഈ ഗ്ലാൻഡുകളുടെയും ഡക്റ്റുകളുടെയും ഒക്കെ ഡെവലപ്മെൻറ്റ്, അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണാണ് ആൻഡ്രോജൻസ്. അല്ലെങ്കിൽ ആൻഡ്രോജൻസിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷനിൽ ഒന്നാണ് ഈ അക്സസറി ഗ്ലാൻസുകളുടെയും ഡക്റ്റുകളുടെയും ഡെവലപ്മെൻറ്റും മെച്ചുറേഷനും.
Androgens regulate the development, maturation and functions of the male accessory sex organs like epididymis, vas deferens, seminal vesicles, prostate gland, urethra. Urethra എന്ന് പറയുന്ന ഭാഗം ഇവിടെ കാണാൻ നമുക്ക് മൂത്രവാഹിനി കുഴൽ എന്നറിയപ്പെടുന്ന ഇത് urethra. These hormones stimulate muscular growth. അതോടൊപ്പം പുരുഷന്മാരിലെ മസിൽസിന്റെ ഡെവലപ്മെന്റ്, ഗ്രോത്ത് ഓഫ് ഫേഷ്യൽ ആൻഡ് ആക്സിലറി ഹെയർ, മുഖത്തും ശരീരത്തും ഒക്കെ ഉള്ള രോമ വളർച്ചകൾ, ജനൈറ്റൽ ഓർഗൻസിന്റെ ചുറ്റുമുള്ള രോമ വളർച്ച, ഇതൊക്കെ കൺട്രോൾ ചെയ്യുക. മെയിൽസിന്റെ ആ ഒരു അഗ്രസീവ് ബിഹേവിയർ അതിനെ കൺട്രോൾ ചെയ്യുക. മെയിൽസിന്റെ വോയിസ് ലോ പിച്ച് വോയിസ് ആണ്, ഫീമെയിൽസിനെ സംബന്ധിച്ചിടത്തോളം ഹൈ പിച്ച് വോയിസ് ആണ്. അപ്പോൾ മെയിൽസിൻ്റെ ആ ലോ പിച്ച് വോയിസിൻ്റെ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുക. ഇതും ആൻഡ്രോജൻ്റെ ഫംഗ്ഷനാണ്. അപ്പോൾ ആൻഡ്രോജൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്ലേ എ മേജർ സ്റ്റിമുലേറ്ററി റോൾ ഇൻ ദ പ്രോസസ് ഓഫ് സ്പെർമറ്റോജെനിസിസ്. ഇപ്പോൾ ടെസ്റ്റിസിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഓഫ് സ്പേം സെൽസ്. ആ സ്പേം സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സ്പെർമറ്റോജെനിസിസ്. അപ്പോൾ സ്പെർമറ്റോജെനിസിസിന് സ്റ്റിമുലേറ്ററി റോൾ നിർവഹിക്കുന്നതാണ് ആൻഡ്രോജൻസ്. പ്ലേ എ മേജർ സ്റ്റിമുലേറ്ററി റോൾ ഇൻ ദ പ്രോസസ് ഓഫ് സ്പെർമറ്റോജെനിസിസ്, ദാറ്റ് ഈസ് ഫോർമേഷൻ ഓഫ് സ്പെർമറ്റോസോവ. Androgens act on the central neural system and influence the male sexual behavior, that is libido. ആൻഡ്രോജൻസ് നമ്മുടെ ബ്രെയിനിൽ ആക്ട് ചെയ്തിട്ട് നമ്മുടെ ആ ലൈംഗിക താല്പര്യങ്ങളെ ഉണർത്തുന്ന ഒരു ഹോർമോണും കൂടെയാണ് ആൻഡ്രോജൻസ്, that is known as the libido, male sexual behavior. These hormones produce anabolic effects on protein and carbohydrate metabolism. അനബോളിസവും കാറ്റബോളിസവും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അനബോളിസത്തിന് ബോഡിയിൽ നടക്കുന്ന സിന്തറ്റിക് പ്രോസസ്സ്, നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതിനെയാണ് നമ്മൾ അനബോളിസം എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത്തരം ആക്ടിവിറ്റീസ് പ്രത്യേകിച്ചും പ്രോട്ടീൻ സിന്തസിസിലും കാർബോഹൈഡ്രേറ്റ് സിന്തസിസിനും ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ആൻഡ്രോജൻസ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഫീമെയിൽ സെക്സ് ഓർഗനാണ് ഓവറി. ഓവറിയുടെ എൻഡോക്രൈൻ റോൾ നോക്കാം. ഫീമെയിൽസ് ഹാവ് എ പെയർ ഓഫ് ഓവറീസ് ലൊക്കേറ്റഡ് ഇൻ ദ അബ്ഡോമൻ. അബ്ഡോമനിൽ ഒരു പെയർ ഓവറീസ് ഫീമെയിൽസിലുണ്ടാകും. Ovary is the primary female sex organ which produce one ovum during each menstrual cycle. ഫീമെയിൽസിനെ സംബന്ധിച്ചിടത്തോളം ഓരോ 28 ദിവസം കൂടുമ്പോഴാണ് ഓരോ ഓവം റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് നടക്കുമ്പോഴത്തേക്കും ഫീമെയിൽസിലുണ്ടാകുന്ന ആ ഒരു സൈക്കിളിനെ വിളിക്കുന്ന പേരാണ് മെൻസ്ട്രൽ സൈക്കിൾ, ആർത്തവ ചക്രം എന്ന് വിളിക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ഇയറിൽ റീപ്രൊഡക്ഷൻ ചാപ്റ്ററിൽ പഠിക്കുവാൻ. ഓരോ ഓവവും റിലീസ് ചെയ്യുന്നുണ്ട്, അതാണ് പ്രധാനപ്പെട്ട അവയുടെ ജോലി എന്ന് പറയുന്നത്. ഇൻ അഡീഷൻ ഓവറി ആൾസോ പ്രൊഡ്യൂസസ് 2 ഗ്രൂപ്പ് ഓഫ് സ്റ്റിറോയിഡ് ഹോർമോൺസ് കാൾഡ് ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോൺ. ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 പ്രധാനപ്പെട്ട ഹോർമോണാണ് ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും. ഫീമെയിൽ സെക്സ് ഹോർമോൺ എന്നറിയപ്പെടുന്ന ഈസ്ട്രോജനും അതുപോലെ തന്നെ പ്രൊജസ്ട്രോണും, ഇത് രണ്ടും സ്റ്റിറോയിഡ് ഹോർമോൺസിൻ്റെ കാറ്റഗറിയിൽ വരുന്നു. സ്റ്റിറോയിഡ് ഹോർമോൺ എന്ന് പറയുന്നത് ലിപ്പിഡ് ഹോർമോണാണ്, ഫാറ്റ് ഹോർമോണാണ്. ഫാറ്റ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഹോർമോൺസിനെയാണ് സ്റ്റിറോയിഡ് ഹോർമോൺസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓവറി സെക്രീറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട 2 ഹോർമോണാണ് ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും. ഓവറി ഈസ് കമ്പോസ്ഡ് ഓഫ് ഒവേറിയൻ ഫോളിക്കിൾസ് ആൻഡ് സ്ട്രോമൽ ടിഷ്യൂസ്. ഓവറിയുടെ ഒരു ക്രോസ് സെക്ഷനാണ് ഇതാ ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ ഓവറി ധാരാളം ഫോളിക്കിൾ സെൽസ് ഉണ്ടാകും. ഓവമായിട്ട് മാറാൻ സാധ്യതയുള്ള സെല്ലുകളാണ് ഒവേറിയൻ ഫോളിക്കിൾ സെൽസ്. അപ്പോൾ അതിൻ്റെ നടുവിലായിട്ട് ഇതാ ഇവിടെ കാണാൻ നമുക്ക് ഇതാ ഇവിടെ ഒരു ഓവം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ ഓവത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കാണുന്ന സെല്ലുകളാണ് ഫോളിക്കിൾ സെൽസ്. ഇവിടെ പ്രൈമറി ഫോളിക്കിൾ എന്നും സെക്കൻഡറി ഫോളിക്കിൾ എന്നും ടെറിഷറി ഫോളിക്കിൾ എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഇത് ഗ്രോവിങ് ഫോളിക്കിളിൻ്റെ ഒരു പിക്ചറാണ് ഇത് ഇവിടെ കാണുന്നത്. ഓവറിയിൽ ഫോളിക്കിൾ സെൽസ് മെച്യൂർ ഫോളിക്കിൾ ആയി കഴിയുമ്പോൾ ആ ഓവറിയിൽ നിന്നും ആ ഓവം റിലീസ് ചെയ്യും. ഓവം അല്ലെങ്കിൽ എഗ്ഗ് റിലീസ് ചെയ്യും. ആ പ്രോസസ്സിനെയാണ് ഓവുലേഷൻ എന്ന് വിളിക്കുന്നത്.
ഈ ഓവുലേഷൻ നടന്നു കഴിയുമ്പോൾ റപ്ചേർഡ് ആയിട്ടുള്ള ഒവേറിയൻ ഫോളിക്കിൾസ് ഒരു യെല്ലോയിഷ് സ്ട്രക്ചറായിട്ട് മാറും. ആ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് കോർപ്പസ് ലൂട്ടിയം. Corpus luteum produces a hormone known as progesterone. The estrogen is synthesized and secreted mainly by the growing ovarian follicle cells. ഈസ്ട്രോജൻ സെക്രീറ്റ് ചെയ്യുന്നത് ആരാണ്? ഈ ഒവേറിയൻ ഫോളിക്കിൾ സെൽസ് ആണ് ഈസ്ട്രോജൻ സെക്രീറ്റ് ചെയ്യുന്നത്. എന്നാൽ പ്രോജസ്ട്രോൺ സെക്രീറ്റ് ചെയ്യുന്നത് ആരാണ്? കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്ന ടിഷ്യൂ ആണ് സെക്രീറ്റ് ചെയ്യുന്നത്. ആഫ്റ്റർ ഓവുലേഷൻ ദ റപ്ചേർഡ് ഫോളിക്കിൾ ഈസ് കൺവേർട്ടഡ് ടു എ സ്ട്രക്ചർ കാൾഡ് കോർപ്പസ് ലൂട്ടിയം വിച്ച് സെക്രീറ്റ്സ് മെയിൻലി പ്രൊജസ്ട്രോൺ. കോർപ്പസ് ലൂട്ടിയം സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് പ്രൊജസ്ട്രോൺ. ഓവറിയിൽ പ്രധാനമായിട്ട് രണ്ട് ഹോർമോൺസ് ഈസ്ട്രോജൻ സെക്രീറ്റ് ചെയ്യുന്നത് ഒവേറിയൻ ഫോളിക്കിൾ സെൽസ് ആണ്. ഓവത്തിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് കാണുന്ന ഫോളിക്കിൾ സെൽസ് ആണ് ഈസ്ട്രോജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നാൽ പ്രോജസ്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓവറിയിൽ നിന്നും ഓവം റിലീസ് ചെയ്തതിന് ശേഷം, ഓവുലേഷൻ നടന്നതിന് ശേഷം ആ റപ്ചർ ആകുന്ന പൊട്ടുന്ന ഫോളിക്കിൾ സെൽസ് അത് അടുത്ത് ഒരു യെല്ലോയിഷ് കോണിക്കൽ സ്ട്രക്ചറായിട്ട് മാറും. അതിനെ വിളിക്കുന്ന പേരാണ് കോർപ്പസ് ലൂട്ടിയം. ആ കോർപ്പസ് ലൂട്ടിയം സെൽസ് ആണ് ഏത് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത്? പ്രൊജസ്ട്രോൺ സെക്രീറ്റ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഈസ്ട്രോജന്റെ ഫങ്ഷൻസ് നോക്കാം. ഈസ്ട്രോജൻ പ്രൊഡ്യൂസ് വൈഡ് റേഞ്ചിങ് ആക്ഷൻസ് സച്ച് ആസ് സ്റ്റിമുലേഷൻ ഓഫ് ഗ്രോത്ത് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് ഫീമെയിൽ സെക്കൻഡറി സെക്സ് ഓർഗൻസ്. ഇപ്പോൾ ഫീമെയിൽ സെക്കൻഡറി സെക്സ് ഓർഗൻസിൻ്റെ വളർച്ച, അതിൻ്റെ പ്രവർത്തനങ്ങൾ, എക്സ്പെഷ്യലി മാമറി ഗ്ലാൻഡിൻ്റെ വളർച്ച, ബ്രസ്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ് ഓഫ് ഗ്രോവിങ് ഒവേറിയൻ ഫോളിക്കിൾസിൻ്റെ ഡെവലപ്മെൻറ്റ്, ഓവറിക്കകത്ത് ഒവേറിയൻ ഫോളിക്കിൾസിൻ്റെ ഡെവലപ്മെൻറ്റ്, അപ്പിയറൻസ് ഓഫ് ഫീമെയിൽ സെക്കൻഡറി സെക്സ് ക്യാരക്ടേഴ്സ്. എക്സാമ്പിളായിട്ട് പറയാമെങ്കിൽ ഹൈ പിച്ച് ഓഫ് വോയിസ്. ഫീമെയിൽ സെക്കൻഡറി സെക്സ് ക്യാരക്ടേഴ്സ് പ്യൂബർട്ടി സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ, പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ലക്ഷണങ്ങൾ. അതിൽ പ്രധാനമാണ് ഫീമെയിൽസിൻ്റെ ഹൈ പിച്ച് ഓഫ് വോയിസ്. നേരത്തെ മെയിൽസിൻ്റെ വോയിസ് ലോ പിച്ച് വോയിസ് ആണ്, ഫീമെയിൽസിൻ്റെ ഹൈ പിച്ച് വോയിസ് ആണ്. അതുപോലെ തന്നെ ഇവിടെ കാണുന്നത് പോലെ തന്നെ ഹിപ്പ് വൈലേറ്റ് ചെയ്യുക, ഇടുപ്പിൻ്റെ ഭാഗം എല്ലൊക്കെ വൈലേറ്റ് ചെയ്യുക, ഫാറ്റ് ഡെപ്പോസിഷൻസ് നടത്തുക, ബോഡി ഹെയർ ഫോർമേഷൻസ് കൺട്രോൾ ചെയ്യുക, മാമറി ഗ്ലാൻഡിൻ്റെ ഡെവലപ്മെൻറ്റ്, ഇതൊക്കെ ഈസ്ട്രോജൻ്റെ ഫങ്ഷൻസിൽ വരുന്നു. ഈസ്ട്രോജൻ ആൾസോ റെഗുലേറ്റ് ഫീമെയിൽ സെക്ഷൽ ബിഹേവിയർ കൺട്രോൾ ചെയ്യുന്നതും ഈസ്ട്രോജനാണ്. ഇനി പ്രോജസ്ട്രോണിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, പ്രോജസ്ട്രോൺ സപ്പോർട്ട് പ്രഗ്നൻസി. അതായത് മെയിൽ ഫീമെയിൽ യൂണിയൻ നടന്ന് അവിടെ ഒരു കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു എംബ്രിയോ ഡെവലപ്പ് ചെയ്താൽ, ആ എംബ്രിയോ യൂട്രസിനകത്ത് വളരണമെങ്കിൽ, അത് കറക്റ്റായിട്ട് യൂട്രസിൽ പറ്റിപ്പിടിക്കണമെങ്കിൽ ഈ പ്രോജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺ വേണം. അല്ലെങ്കിൽ അത് അബോർഷനായി പോകും. അപ്പോൾ അങ്ങനെ പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്യുന്ന ഹോർമോണാണ് പ്രൊജസ്ട്രോൺ. അതുപോലെ തന്നെ ഇത് മാമറി ഗ്ലാൻഡിൽ ആക്ട് ചെയ്തിട്ട് സ്റ്റിമുലേറ്റ് ദ ഫോർമേഷൻ ഓഫ് ആൽവിയോളൈ. പിക്ചറിൽ കാണാം മാമറി ആൽവിയോളസ്. അതായത് മാമറി ഗ്ലാൻഡിൽ, ബ്രസ്റ്റിൽ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസുകളെ വിളിക്കുന്ന പേരാണ് ആൽവിയോളൈ. ഈ ആൽവിയോളയ്ക്കകത്ത് മിൽക്ക് പ്രൊഡക്ഷൻ നടക്കാനും മിൽക്കിൻ്റെ സെക്രീഷൻ നടക്കുവാനും ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ജോലിയും പ്രൊജസ്ട്രോണിനുണ്ട്. ആൾസോ ആക്ട് ഓൺ ദ മാമറി ഗ്ലാൻഡ് ആൻഡ് സ്റ്റിമുലേറ്റ് ദ ഫോർമേഷൻ ഓഫ് ആൽവിയോളി, ദാറ്റ് ഈസ് സാക്ക് ലേക്ക് സ്ട്രക്ചർ വിച്ച് സ്റ്റോർ മിൽക്ക് ആൻഡ് മിൽക്ക് സെക്രീഷൻ. അതിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഓവറിയെക്കുറിച്ച് മനസ്സിലാക്കുവാനുള്ളത്. ഇനി ശരീരത്തിലെ ചില പാർട്ടുകൾ, എൻഡോക്രൈൻ ഗ്ലാൻഡ് അല്ല, പക്ഷേ ചില സെൽസുകൾക്ക് ഹോർമോൺ സെക്രീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അതിന് എക്സാമ്പിളാണ് നമ്മുടെ ഹാർട്ടിലുള്ള ചില സെൽസുകൾക്ക്, കിഡ്നിയിലുള്ള ചില സെൽസുകൾക്ക്, അതുപോലെ നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റ്, സ്റ്റൊമക്കിലും ഇൻറ്റസ്റ്റൈനിലുമൊക്കെ ഉള്ള ചില സെൽസുകൾക്കും ഹോർമോൺ സെക്രീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഒരിക്കലും എൻഡോക്രൈൻ ഗ്ലാൻഡ് അല്ല, പക്ഷേ ദേ ക്യാൻ സെക്രീറ്റ് സർട്ടൺ ഹോർമോൺസ്. അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം.
അതിലാദ്യമായിട്ട് ഏട്രിയൽ വാൾ ഓഫ് ഹാർട്ട്. ഹാർട്ടിൽ 4 ചേമ്പേഴ്സ് ഉണ്ടെന്നറിയാം. മേളിലുള്ള ചേമ്പേഴ്സിനാണ് ഏട്രിയം എന്ന് വിളിക്കുന്നത്, താഴെയുള്ള ചേമ്പേഴ്സിനാണ് വെൻട്രിക്കിൾസ്. അതിൽ ഏട്രിയൽ വാൾസിന് ഹോർമോൺ സെക്രീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. Atrial wall of our heart secretes a very important peptide hormone called atrial natriuretic factor, or otherwise it is known as ANF. നേരത്തെ നമ്മൾ ഈ എക്സ്ക്രീഷൻ പഠിച്ചപ്പോൾ ഈ പേര് കേട്ടു, ബ്ലഡ് പ്രഷർ ലോവർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. ഏട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ ANF, ഏട്രിയത്തിലെ ചില സെൽസുകൾക്ക് ബ്ലഡ് പ്രഷർ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ബ്ലഡ് പ്രഷർ കൂടുന്ന സമയത്ത് ഈ ANF എന്ന് പറയുന്ന ഹോർമോൺ ഇതിനകത്തുള്ള ചില ടിഷ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടൊരു ഡയലേഷൻ ഓഫ് ബ്ലഡ് വെസൽസ് നടക്കും. ബ്ലഡ് വെസൽസ് ഒന്ന് വികസിക്കും. അതുവഴി ബ്ലഡ് പ്രഷർ കുറയും. അപ്പം അതിന് സഹായിക്കുന്ന ഹോർമോണാണ് ANF, ഏട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ, ANF. When blood pressure is increased, ANF is secreted, which causes dilation of the blood vessels. ബ്ലഡ് പ്രഷർ കൂടുമ്പോൾ ANF സെക്രീറ്റ് ചെയ്യുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ചെയ്യുകയും അതുവഴി ബ്ലഡ് പ്രഷർ കുറയുകയും ചെയ്യും. ദിസ് റെഡ്യൂസസ് ദ ബ്ലഡ് പ്രഷർ. ഓർക്കുക, ഏട്രിയം സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ANF. ഫുൾ ഫോം എന്താണ്? ഏട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ. എന്താണ് ഫംഗ്ഷൻ? വിച്ച് ഡിക്രീസസ് ദ ബ്ലഡ് പ്രഷർ. ഇനി അതുപോലെ ജക്സ്റ്റാഗ്ലോമറുലാർ സെൽസ് ഓഫ് കിഡ്നി, ഇതും നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളതാണ്. പേര് JGA, ജക്സ്റ്റാഗ്ലോമറുലാർ അപ്പാരറ്റസ് എന്നുള്ള പേരിൽ നമ്മൾ കേട്ടു. ബൗമാൻസ് ക്യാപ്സ്യൂളിൽ ഗ്ലോമറുലസ് അഫറൻറ്റ് ആർട്ടീരിയോൾ വന്ന് ചേരുന്ന സ്ഥലത്ത് ചില സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട്. ആ സെൽസിന് ബ്ലഡ് പ്രഷർ റിക്കഗ്നൈസ് ചെയ്യാൻ പറ്റുമെന്ന് നേരത്തെ പഠിച്ചു, ജക്സ്റ്റാഗ്ലോമറുലാർ സെൽസ്. അപ്പോൾ ഇവിടെ നമുക്കതിൻ്റെ എൻഡോക്രൈൻ റോൾ നോക്കാം. The juxtaglomerular cells of kidney produce a peptide hormone called erythropoietin, which stimulates erythropoiesis, that is formation of RBC. ഈ സെൽസിന് ഒരു ഹോർമോൺ സെക്രീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. എന്താണ് ആ ഹോർമോണിൻ്റെ പേര്? എറിത്രോപോയിറ്റിൻ. എറിത്രോപോയിറ്റിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ സെക്രീറ്റ് ചെയ്യും. ഇറ്റ് ഈസ് എ പെപ്റ്റൈഡ് ഹോർമോൺ. പെപ്റ്റൈഡ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രോട്ടീൻ അല്ല, പ്രോട്ടീൻ ആകാതെ കുറച്ച് അമിനോ ആസിഡിൻ്റെ ഗ്രൂപ്പാണ് പെപ്റ്റൈഡ്സ്. 2 അതിലധികമോ അമിനോ ആസിഡുകളാകാം. അപ്പം അങ്ങനത്തെ ഒരു പെപ്റ്റൈഡ് ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യുന്നു. ആ ഹോർമോണിൻ്റെ പേരാണ് എറിത്രോപോയിറ്റിൻ. എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ? പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എറിത്രോപോയിസിസ്. എറിത്രോപോയിസിസ് എന്ന ടേമിൻ്റെ അർത്ഥം എന്താണ്? ഫോർമേഷൻ ഓഫ് RBC, എറിത്രോസൈറ്റിൻ്റെ ഫോർമേഷൻ. അതിനെയാണ് വിളിക്കുന്ന പേരാണ് എറിത്രോപോയിസിസ്. അപ്പോൾ RBC പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഹോർമോണാണ് എറിത്രോപോയിറ്റിൻ. എറിത്രോപോയിറ്റിൻ സെക്രീറ്റ് ചെയ്യുന്നത് ജക്സ്റ്റാഗ്ലോമറുലാർ സെൽസ് ഓഫ് കിഡ്നി. Juxtaglomerular cells of kidney produces a peptide hormone called erythropoietin, which stimulates erythropoiesis, means formation of RBC. ഇനി ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റ്, നമ്മുടെ സ്റ്റൊമക്കും ഡിയോഡിനത്തിനുമൊക്കെ ധാരാളം ഹോർമോണുകളെ സെക്രീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് അവിടുത്തെ സെല്ലുകൾക്ക്. അപ്പോൾ ഇതൊന്നും ഒരിക്കലും എൻഡോക്രൈൻ ഗ്ലാൻഡ് അല്ല, പക്ഷേ ദേ ക്യാൻ പ്രൊഡ്യൂസ് ഹോർമോൺസ്. നോക്കാം. എൻഡോക്രൈൻ സെൽസ് പ്രസൻറ്റ് ഇൻ ഡിഫറൻറ്റ് പാർട്സ് ഓഫ് ദ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്ട് സെക്രീറ്റ് 4 മേജർ പെപ്റ്റൈഡ് ഹോർമോൺസ്, നെയ്മിലി ഗാസ്ട്രിൻ, സെക്രീറ്റിൻ, കോളിസിസ്റ്റോക്കിനിൻ ഓർ CCK, and gastric inhibitory peptide or GIP. ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റ്, സ്റ്റൊമക്കും ഇൻഡസ്റ്റൈനും ഉൾപ്പെടുന്ന ഈ ഒരു ട്രാക്റ്റ്, അത് 4 പെപ്റ്റൈഡ് ഹോർമോണുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. പ്രധാനമായിട്ടും എന്തൊക്കെയാണത്? ഗ്യാസ്ട്രിൻ, സെക്രീറ്റിൻ, കോളിസിസ്റ്റോക്കിനിൻ ഓർ CCK ആൻഡ് ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ്. പേരോർക്കുക, ഗ്യാസ്ട്രിൻ, സെക്രീറ്റിൻ, കോളിസിസ്റ്റോക്കിനിൻ, CCK. ഫുൾ ഫോം എഴുതാൻ ചോദിക്കാവുന്നതാണ്. കോളിസിസ്റ്റോക്കിനിൻ, CCK ആൻഡ് GIP. ഫുൾ ഫോം എന്താണ്? ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ്. ഓക്കെ, ഈ ഓരോ ഹോർമോണിൻ്റെയും ഫങ്ഷൻസ് എന്താണെന്ന് നോക്കാം.
ഗ്യാസ്ട്രിൻ ആക്ട്സ് ഓൺ ദ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ്. സ്റ്റൊമക്കിലുള്ള ഗ്ലാൻഡ്സിനെ വിളിക്കുന്ന പേരാണ് ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ്. ആൻഡ് സ്റ്റിമുലേറ്റ് ദ സെക്രീഷൻ ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് പെപ്സിനോജൻ. ഇപ്പോൾ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട രണ്ട് സെക്രീഷൻസ് ആണ്. ഒന്ന് ഹൈഡ്രോക്ലോറിക് ആസിഡും മറ്റത് പെപ്സിനോജൻ എന്ന് പറയുന്ന എൻസൈംസും. അപ്പോൾ ഈ രണ്ട് പ്രോഡക്റ്റും ഉണ്ടാകാൻ വേണ്ട സ്റ്റിമുലസ് കൊടുക്കുക. സെക്രീറ്റ് ചെയ്യാനുള്ള സ്റ്റിമുലസ് ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സിന് കൊടുക്കുന്നത് ഗ്യാസ്ട്രിൻ എന്ന് പറയുന്ന ഹോർമോണാണ്. ഗ്യാസ്ട്രിൻ ആക്ട് ഓൺ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് ആൻഡ് സ്റ്റിമുലേറ്റ് ദ സെക്രീഷൻ ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് പെപ്സിനോജൻ. സെക്രീറ്റിൻ്റെ റോൾ എന്താണ്? സെക്രീറ്റിൻ ആക്ട്സ് ഓൺ ദ എക്സോക്രൈൻ പാൻക്രിയാസ് ആൻഡ് സ്റ്റിമുലേറ്റ് സെക്രീഷൻ ഓഫ് വാട്ടർ ആൻഡ് ബൈകാർബണേറ്റ് അയോൺസ്. സെക്രീറ്റിൻ ആക്ട് ചെയ്യുന്നത് എവിടെയാണ്? പാൻക്രിയാസിലാണ് ആക്ട് ചെയ്യുന്നത്. പാൻക്രിയാസിൽ ആക്ട് ചെയ്തിട്ട് സെക്രീഷൻ ഓഫ് വാട്ടർ ആൻഡ് ബൈകാർബണേറ്റ് അയോൺസ്, വാട്ടറും ബൈകാർബണേറ്റ് അയോൺസിൻ്റെയും സെക്രീഷനെ കൺട്രോൾ ചെയ്യുന്നു. പാൻക്രിയാസിൽ നിന്നുള്ള വാട്ടറും ബൈകാർബണേറ്റ് അയോൺസിൻ്റെയും സെക്രീറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോണാണ് സെക്രീറ്റിൻ. ദെൻ കോളിസിസ്റ്റോക്കിനിൻ, CCKയുടെ റോൾ എന്താണ്? CCK ആക്ട്സ് ഓൺ ബോത്ത് പാൻക്രിയാസ് ആൻഡ് ഗാൾ ബ്ലാഡർ. ഗാൾ ബ്ലാഡർ അറിയാം, ലിവർ സെക്രീറ്റ് ചെയ്യുന്ന ബൈല് ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന സാക്കാണ് ഗാൾ ബ്ലാഡർ. അപ്പോൾ എവിടെയൊക്കെ ഇത് ആക്ട് ചെയ്യുന്നത്? പാൻക്രിയാസിലും ഗാൾ ബ്ലാഡറിലുമാണ് ആക്ട് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? സ്റ്റിമുലേറ്റ് ദ സെക്രീഷൻ ഓഫ് പാൻക്രിയാറ്റിക് എൻസൈംസ് ആൻഡ് ബൈൽ ജ്യൂസ്. അപ്പോൾ ബൈലിൻ്റെ സെക്രീഷനെയും പാൻക്രിയാസിൽ നിന്നുള്ള സെക്രീഷനെയും കൺട്രോൾ ചെയ്യുന്നു. കോളിസിസ്റ്റോക്കിനിൻ, CCK എന്ന് പറയുന്ന ഹോർമോൺ. ദെൻ ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ്. ഇപ്പോൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ അതൊരു ഇൻഹിബിറ്ററി റോളാണ്, തടയുന്ന റോളാണ്. GIP ഇൻഹിബിറ്റ് ഗ്യാസ്ട്രിക് സെക്രീഷൻസ് ആൻഡ് മൊട്ടിലിറ്റി. അപ്പോൾ ഗ്യാസ്ട്രിക് സെക്രീഷൻസ്, ഗ്യാസ്ട്രിക് എന്ന് പറയുന്ന ഹോർമോൺ ഗ്യാസ്ട്രിക് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് അതിൻ്റെ സെക്രീഷൻ നടത്താൻ സഹായിക്കും. എന്നാൽ ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ് ആ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സാധനം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഗ്യാസ്ട്രിൻ അത് സെക്രീറ്റ് ചെയ്യാൻ സഹായിക്കും. ആ സെക്രീഷൻ ആവശ്യത്തിനായിക്കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ്, GIP ഇൻഹിബിറ്റ് ഗ്യാസ്ട്രിക് സെക്രീഷൻ ആൻഡ് മൊട്ടിലിറ്റി. ഇത്രയുമാണ് നമുക്ക് ഹോർമോണുകളും അവയുടെ ഫങ്ഷൻസിനെയും കുറിച്ച് നമുക്ക് പഠിക്കുവാനുള്ളത്. ഇനി എങ്ങനെയാണ് ഈ ഹോർമോൺ ആക്ട് ചെയ്യുന്നത്, ടിഷ്യൂസിൽ ആക്ട് ചെയ്യുന്നത്? നേരത്തെ നമ്മൾ പഠിച്ചു, ഇതൊരു എൻഡോക്രൈൻ ഗ്ലാൻഡാണ്. എൻഡോക്രൈൻ ഗ്ലാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഡക്റ്റിലസ് ഗ്ലാൻഡ്സ് ആണ്. അവയുടെ സെക്രീഷൻസ് ടാർഗറ്റ് ടിഷ്യൂസിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഡക്റ്റൊന്നുമില്ല, കുഴലുകളൊന്നുമില്ല. ഇപ്പോൾ എൻഡോക്രൈൻ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് അത് ബ്ലഡിൽ മിക്സ് ചെയ്തിട്ട് ഏതാണോ ടാർഗറ്റ് ടിഷ്യൂ ആ ടിഷ്യൂവിലേക്ക് എത്തുകയാണ് ചെയ്യുക. നോക്കാം എങ്ങനെയാണെന്ന്. Hormone produce their effects on target tissues by binding to specific proteins called hormone receptors located in the target tissues only. അപ്പോൾ ഇതൊരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണെന്ന് കരുതുക. എൻഡോക്രൈൻ ഗ്ലാൻഡിലെ ഒരു സെക്രീറ്റിംഗ് സെല്ലാണ്. ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നു. ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് ഹോർമോൺ. ആ ഹോർമോൺ എന്ത് ചെയ്യുന്നു? ബ്ലഡിൽ കൂടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നു. അപ്പോൾ അത് എവിടെയാണോ അത് ആക്ട് ചെയ്യേണ്ടത് ആ ടാർഗറ്റ് സെൽസിൽ പോയി ഇത് ഹോർമോൺ ബൈൻഡ് ചെയ്യുന്നു. നോക്കാൻ ഡീറ്റെയിൽഡായിട്ട്. ആ ഒരു ബൈൻഡിങ് പ്രോസസ്സിൽ മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ ഇൻട്രാസെല്ലുലാർ റിസപ്റ്റേഴ്സും ഉണ്ട്. മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഹോർമോണിനെ റിക്കഗ്നൈസ് ചെയ്യാനായിട്ട്, അതിനെ സ്വീകരിക്കാനായിട്ട് കാണുന്ന ചില സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പ്രോട്ടീൻസ്, അതിനെയാണ് റിസപ്റ്റർ പ്രോട്ടീൻസ് എന്ന് വിളിക്കുന്നത്. ഹോർമോൺ റിസപ്റ്റേഴ്സ് പ്രസൻറ്റ് ഓൺ ദ സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിനിൽ, പ്ലാസ്മ മെംബ്രെയിനാണ് നമ്മളിവിടെ കാണുക. ആ സെൽ മെംബ്രെയിനിൽ ആ ഹോർമോണിനെ റിസീവ് ചെയ്യാനായിട്ട്, ഹോർമോണുമായിട്ട് ബൈൻഡ് ചെയ്യാനായിട്ട്, ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ ലോക്ക് ആൻഡ് കീ മെക്കാനിസം. ആ റിസപ്റ്ററിനെ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പർട്ടിക്കുലർ ഹോർമോണിന് മാത്രമേ കഴിയൂ. എല്ലാ ഹോർമോൺസിനും എല്ലാ സെല്ലിലേക്കും എൻ്റർ ചെയ്യാൻ പറ്റില്ല.
അതിനെ ആ ഹോർമോണിനെ റിസീവ് ചെയ്യാനുള്ള റിസപ്റ്റർ ഉള്ള സെൽസിൽ മാത്രമേ അതിന് പോയി ബൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഹോർമോൺ റിസപ്റ്റേഴ്സ് പ്രസന്റ് ഓൺ ദ സെൽ മെംബ്രെയിൻ ഓഫ് ദ ടാർഗറ്റ് സെൽസ് ആർ കാൾഡ് മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റേഴ്സ്. അപ്പോൾ ആ റിസപ്റ്റേഴ്സ് ഇരിക്കുന്നത് അതിൻ്റെ പ്ലാസ്മ മെംബ്രെയിനിലാണെങ്കിൽ അതിനെ മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നു. മെംബ്രെയിൻ ബൗണ്ട്, പ്ലാസ്മ മെംബ്രെയിനിലാണ് ആ റിസപ്റ്റർ ഇരിക്കുന്നത്, അതുകൊണ്ട് അതിനെ എന്ത് വിളിക്കുന്നു? മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നു. എന്നാൽ ചില റിസപ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, ചില ഹോർമോൺസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ റിസപ്റ്റേഴ്സ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് പ്ലാസ്മ മെംബ്രെയിനിലല്ല, അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് സെൽസിനകത്താണ്. സൈറ്റോപ്ലാസത്തിലാകാം, ന്യൂക്ലിയസിലാകാം. അപ്പം അത്തരം റിസപ്റ്റേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻട്രാ സെല്ലുലാർ റിസപ്റ്റേഴ്സ്. എസ്പെഷ്യലി സ്റ്റിറോയിഡ് ഹോർമോൺസ്, ഫാറ്റ് നേച്ചറുള്ള ഹോർമോൺസിനൊക്കെ പ്ലാസ്മ മെംബ്രെയിനിൽ കൂടെ ഈസി ആയിട്ട് അതിന് സെല്ലിനകത്തേട്ട് പ്രവേശിക്കാൻ പറ്റും, സ്റ്റിറോയിഡ് ഹോർമോൺസിന്. അപ്പോൾ ആ സ്റ്റിറോയിഡ് ഹോർമോണിൻ്റെ റിസപ്റ്റർ ഇരിക്കുന്നത് സെല്ലിൻ്റെ അകത്താണ്. അത് എസ്പെഷ്യലി മോസ്റ്റ്ലി അത് ന്യൂക്ലിയർ റിസപ്റ്റേഴ്സ് ആയിരിക്കും, ന്യൂക്ലിയസിനകത്തായിരിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് ഇൻട്രാ സെല്ലുലാർ റിസപ്റ്റേഴ്സ്. The receptors present inside the target cell are called intracellular receptors. Mostly nuclear receptors present in the nucleus. ന്യൂക്ലിയസിനകത്തായിരിക്കും അതിൻ്റെ റിസപ്റ്റർ കാണുക, ന്യൂക്ലിയർ റിസപ്റ്റർ ആയിരിക്കും കാണുക. എസ്പെഷ്യലി ഓർക്കുക, സ്റ്റിറോയിഡ് ഹോർമോൺസ്, അതായത് ഫാറ്റ് നേച്ചറുള്ള, ലിപ്പിഡ് നേച്ചറുള്ള ഹോർമോൺസുകളുടെ റിസപ്റ്റേഴ്സ് ഇരിക്കുന്നത് സെൽസിനകത്താണ്. പ്രോട്ടീൻ ഹോർമോണുകളുടെ റിസപ്റ്റർ ഇരിക്കുന്നത് സെല്ലിന് പുറത്താണ്, മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റേഴ്സ് ആണ്. അപ്പോൾ ഈ റിസപ്റ്റേഴ്സിൽ ഹോർമോൺ വന്ന് അറ്റാച്ച് ചെയ്യുമ്പോൾ എ കോംപ്ലക്സ് വിൽ ബി ഫോംഡ്. ബൈൻഡിങ് ഓഫ് എ ഹോർമോൺ ടു ഇറ്റ്സ് റിസപ്റ്റർ ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് എ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന കെമിക്കൽ കോമ്പൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ്. ഹോർമോണ് അതിൻ്റെ പർട്ടിക്കുലർ റിസപ്റ്ററിൽ വന്ന് ബൈൻഡ് ചെയ്താൽ അത് ഫോം ചെയ്യുന്ന അടുത്ത ഒരു കെമിക്കൽ കോമ്പൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ്. On the basis of their chemical nature, hormones can be divided into groups. കെമിക്കൽ നാച്ചർ അനുസരിച്ച് പ്രോട്ടീൻ ആണോ, അതുപോലെ തന്നെ അത് ഫാറ്റ് ആണോ, അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഹോർമോൺസിനെ 4 കാറ്റഗറി ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഒന്ന് പെപ്റ്റൈഡ് ഹോർമോൺ, പോളിപെപ്റ്റൈഡ്, പ്രോട്ടീൻ ഹോർമോൺ. അപ്പോൾ പെപ്റ്റൈഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി 2 അമിനോ ആസിഡോ അതിൽ കൂടുതലോ ഉള്ള ചെറിയ ഒരു ഹോർമോണാണ്. കുറച്ച് അമിനോ ആസിഡുകളുടെ കൂട്ടമാണ് പെപ്റ്റൈഡ്. പോളിപെപ്റ്റൈഡ് എന്ന് പറയുമ്പോൾ കുറേ കൂടുതൽ അമിനോ ആസിഡുകളുണ്ട്. പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ഒന്നിലധികമോ പോളിപെപ്റ്റൈഡ് ചേർന്നതാകാം. അപ്പം അങ്ങനെ പെപ്റ്റൈഡ് ഹോർമോൺസ് ഉണ്ട്, പോളിപെപ്റ്റൈഡ് ഹോർമോൺസ് ഉണ്ട്, പ്രോട്ടീൻ ഹോർമോൺസ് ഉണ്ട്. അവ ഉൾപ്പെടുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അതിന് എക്സാമ്പിൾസ് ആണ് ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ. പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്ന ഇൻസുലിനും ഗ്ലൂക്കഗോണും, അത് പെപ്റ്റൈഡ് ഹോർമോൺസിന് എക്സാമ്പിളാണ്. അതുപോലെ പിറ്റ്യൂട്ടറി ഹോർമോൺസ് പഠിച്ചിട്ടുണ്ട്. കുറേ ഹോർമോൺസ് നമ്മൾ പഠിച്ചു അല്ലേ? ഗ്രോത്ത് ഹോർമോണ്, FSH, LH തുടങ്ങിയ ധാരാളം ഹോർമോൺസുകൾ. ആ ഹോർമോൺസൊക്കെ ഈ കെമിക്കൽ നാച്ചുറൽ വരുന്ന ഹോർമോൺസാണ്. അതുപോലെ ഹൈപ്പോതലാമസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസുകൾ, ഓക്സിറ്റോസിനും വാസോപ്രസിനും, അതുപോലെ തന്നെ ഇൻഹിബിറ്ററി ഹോർമോൺസും റിലീസിങ് ഹോർമോൺസും ഒക്കെ ഈ കാറ്റഗറിയിൽ വരുന്നു. സ്റ്റിറോയിഡ് ഹോർമോൺസ്, എക്സാമ്പിൾ കോർട്ടിസോൾ. അഡ്രീനൽ കോർട്ടക്സ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് കോർട്ടിസോൾ, ഓർക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ടെസ്റ്റിസ് സെക്രീറ്റ് ചെയ്യുന്ന ടെസ്റ്റോസ്റ്റിറോൺ. ഈസ്ട്രാഡിയോൾ, ഈസ്ട്രോജൻസിൻ്റെ ഒരു വെറൈറ്റിയാണ് ഈസ്ട്രാഡിയോൾ. ഓവറി സെക്രീറ്റ് ചെയ്യുന്ന ഈസ്ട്രാഡിയോൾ ആൻഡ് പ്രോജസ്ട്രോൺ. ഈസ്ട്രോജൻ കാറ്റഗറിയിൽ വരുന്ന ഈസ്ട്രാഡിയോളും പ്രോജസ്ട്രോണും സ്റ്റിറോയിഡ് ഹോർമോൺസിന് എക്സാമ്പിളാണ്. തൈറോയിഡ് ഹോർമോൺസ് ഐഡോതൈറോണിൻസ് എന്ന കെമിക്കൽ കോമ്പൗണ്ട്സിൻ്റെ കാറ്റഗറിയിൽ വരുന്നു. അമിനോ ആസിഡ് ഡെറിവേറ്റീവ്സ്, അമിനോ ആസിഡിൽ നിന്നും കിട്ടുന്ന പ്രോഡക്റ്റായിട്ട് വരുന്ന ഹോർമോൺസ്. അതിന് എക്സാമ്പിളാണ് അഡ്രീനൽ മെഡുല സെക്രീറ്റ് ചെയ്യുന്ന എപ്പിനെഫ്രിൻ, അഡ്രിനാലിൻ. അതൊരു അമിനോ ആസിഡ് ഡെറിവേറ്റീവ് ഹോർമോണാണ്. അപ്പോൾ അങ്ങനെ 4 കാറ്റഗറി ഓഫ് ഹോർമോൺസ് ഉണ്ട്. പെപ്റ്റൈഡ്, പോളിപെപ്റ്റൈഡ്, പ്രോട്ടീൻ ഹോർമോൺസ്,
സ്റ്റിറോയിഡ് ഹോർമോൺസ്, ഐഡോതൈറോണിൻസ്, അമിനോ ആസിഡ് ഡെറിവേറ്റീവ്സ്. ഹോർമോണിൻ്റെ കാറ്റഗറിയും അവയുടെ എക്സാമ്പിൾസും നന്നായിട്ട് ഓർത്തു വയ്ക്കുക. ഇനി എങ്ങനെയാണ് ഒരു പ്രോട്ടീൻ ഹോർമോണിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് നോക്കാം. Hormones which interact with membrane-bound receptors normally do not enter the target cell but generate a second messenger. ഇവിടെ ഈ ചാർട്ട് നോക്കാം നമുക്ക്. ഇതൊരു ഹോർമോണാണ്. എക്സാമ്പിൾ FSH, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണാണ്. ഈ കാണിച്ചിരിക്കുന്നത് ഒവേറിയൻ സെൽ മെംബ്രെയിനാണ്. ഓവറിയിലെ സെല്ലുകളായ ഒവേറിയൻ ഫോളിക്കിൾ സെൽസിലെ ഒരു സെല്ലാണ്. അതിൻ്റെ ഒരു സെൽ മെംബ്രെയിനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ സെൽ മെംബ്രെയിനിൽ ഈ ഹോർമോണിന് റിസീവ് ചെയ്യാനായിട്ടൊരു റിസപ്റ്ററുണ്ട്. ഈ ഹോർമോൺ വന്ന് ഈ റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്യുമ്പോൾ അതെന്തായിട്ട് മാറി? ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ആയിട്ട് മാറി. ഈ ഒരു ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സെല്ലിനകത്ത് കുറേ സീരീസ് ഓഫ് റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. ഹോർമോൺ ഒരിക്കലും ഡയറക്റ്റ് സെല്ലിനകത്തേക്ക് പ്രവേശിക്കുന്നില്ല. ഹോർമോൺ ജസ്റ്റ് ഒരു മെസ്സഞ്ചറാണ്. അതൊരു മെസ്സേജ് കൊണ്ടുവരികയാണ്. ഇവിടെ എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? FSH എന്ന് പറയുന്ന ഹോർമോണാണ്. ആ FSH എന്ന് പറയുന്ന ഹോർമോൺ ഒരു മെസ്സേജ് കൊണ്ടുവരുന്നത്. എന്ത് മെസ്സേജാണ് കൊണ്ടുവരുന്നത്? ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണാണ്. ഫോളിക്കിളിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക. എന്ത് ഫോളിക്കിളിനെ? ഒവേറിയൻ ഫോളിക്കിൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഓവറിയിൽ എന്ത് ചെയ്യുക? ഫോളിക്കിൾ സെൽസ് ഡിവൈഡ് ചെയ്യുക. ഓവം പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള പ്രൈമറി സ്റ്റെപ്പ് ഫോളിക്കിൾ സെൽസ് ഡിവൈഡ് ചെയ്ത് ഓവേറിയൻ സെൽസിൻ്റെ ഗ്രോത്ത് ഉണ്ടാക്കുക എന്നുള്ള മെസ്സേജാണ് ഇത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഒവേറിയൻ ഫോളിക്കിൾ സെൽസ് സെൽ ഡിവിഷൻ ആരംഭിക്കണം. അപ്പോൾ അതാണ് മെസ്സേജ് കൊണ്ടുവരുന്ന മെസ്സേജ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു. ആ കെമിക്കൽ റിയാക്ഷനെ മൊത്തത്തിൽ ഇവിടെ റെസ്പോൺസ് 1, അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് പഠിക്കുവാനില്ല. ജസ്റ്റ് റെസ്പോൺസ് 1 എന്നുള്ള ഒരു ലെവലിൽ അത് മനസ്സിലാക്കുക. കുറേ കെമിക്കൽ റിയാക്ഷൻസിൻ്റെ ഒരു ഗ്രൂപ്പിനെയാണ് ഇവിടെ റെസ്പോൺസ് 1 എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു കെമിക്കൽ റിയാക്ഷൻസ് നടന്നിട്ട് അടുത്തൊരു സെക്കൻഡ് മെസ്സഞ്ചർ ജനറേറ്റ് ചെയ്യും. സെക്കൻഡ് മെസ്സഞ്ചർ, അതായത് ഇവിടെ കൊണ്ടുവരുന്ന മെസ്സേജിന് കൺവേ ചെയ്യാനുള്ള ഒരു സെക്കൻഡ് മെസ്സഞ്ചർ. അതായത് നമുക്കിതിനെ ഒരു ഗേറ്റെന്ന് നമുക്ക് സങ്കല്പിച്ച് കഴിഞ്ഞാൽ, ഗേറ്റിലൊരു സെക്യൂരിറ്റി ഉണ്ടെന്ന് സങ്കല്പിച്ച് കഴിഞ്ഞാൽ, സെക്യൂരിറ്റി പുറത്തുനിന്ന് ഒരാൾ വരുന്നു, അയാളൊരു മെസ്സേജ് കൊണ്ടുവരുന്നു, ആ മെസ്സേജിന് എന്താണെന്ന് കേൾക്കുന്നു, എന്നിട്ട് ആ മെസ്സേജിനെ വീട്ടുകാരോട് പറഞ്ഞു കൊടുക്കുന്നു. മെസ്സേജ് കൊണ്ടുവരുന്ന ആളിനെ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? അകത്തേക്ക് കയറ്റി വിടുന്നില്ല. അപ്പോൾ ഇവിടെ ഈ റെസ്പോൺസ് 1 എന്ന് പറയുന്ന കുറേ ബയോകെമിക്കൽ റിയാക്ഷൻസ് ഇവിടെ നടക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് സൈക്ലിക് AMP എന്ന് പറയുന്ന ഒരു സെക്കൻഡ് മെസ്സഞ്ചർ ഉണ്ടാകുന്നു. ഈ സൈക്ലിക് AMP അല്ലെങ്കിൽ Ca2+ അയോൺസ്, കാൽഷ്യം അയോൺസ്, അതുമല്ലെങ്കിൽ IP3 ഇനോസിറ്റോർ ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട്, ഇവയ്ക്കെല്ലാം സെക്കൻഡ് മെസ്സഞ്ചറായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. സൈക്ലിക് AMP, IP3, Ca2+ അയോൺസ്, ഇതുപോലെയുള്ള കെമിക്കൽ കോമ്പൗണ്ടിൻ്റെ പ്രൊഡക്ഷൻ നടക്കും. ഓർക്കുക, ഹോർമോൺ വരുന്നു, ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഫോം ചെയ്യുന്നു, ആ കോംപ്ലക്സിൻ്റെ ഫോർമേഷൻ്റെ ഫലമായിട്ട് കുറേ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നു, അതിനെ റെസ്പോൺസ് 1 എന്ന് സൂചിപ്പിക്കുന്നു. ആ റെസ്പോൺസസിൻ്റെ ഫലമായിട്ട് സെക്കൻഡ് മെസ്സഞ്ചർ ജനറേറ്റ് ചെയ്യുന്നു. ആ സെക്കൻഡ് മെസ്സഞ്ചർ എന്ന് പറയുന്നത് സൈക്ലിക് AMP ആകാം, IP3 ആകാം, Ca2+ അയോൺസ് ആകാം. അപ്പോൾ ഇവ അടുത്തെന്ത് ചെയ്യുന്നു? ബയോകെമിക്കൽ റെസ്പോൺസസ് ഉണ്ടാക്കുന്നു. അതായത് ഇവിടുത്തെ ബയോകെമിക്കൽ റെസ്പോൺസ് എന്താണ്? സെൽ ഡിവിഷൻ. സെൽ ഡിവിഷൻ നടത്താൻ ആവശ്യമായിട്ടുള്ള കെമിക്കൽസിൻ്റെ അല്ലെങ്കിൽ DNA റെപ്ലിക്കേഷനും അതുപോലെയുള്ള മറ്റ് പ്രോഡക്റ്റുകളുടെയൊക്കെ ഫോർമേഷനും ഒക്കെ കൺട്രോൾ ചെയ്യുന്നു, നടക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് എന്ത് നടക്കുന്നു? ഫിസിയോളജിക്കൽ റെസ്പോൺസ് നടക്കുന്നു. എന്താണ് ഫിസിയോളജിക്കൽ റെസ്പോൺസ്? ഒവേറിയൻ ഗ്രോത്ത്. ഓവറിയിലെ സെല്ലുകൾ വളരുന്നു, ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു സീക്വൻസിലാണ് ഈ പ്രോട്ടീൻ ഹോർമോണിൻ്റെ ആക്ഷൻ നടക്കുന്നത്. ബയോകെമിക്കൽ ആക്ഷൻ റിസൾട്ട് ഇൻ ഫിസിയോളജിക്കൽ ആൻഡ് ഡെവലപ്മെൻ്റൽ എഫക്ട്സ്. ഇതാണ് പ്രോട്ടീൻ ഹോർമോണിൻ്റെ മെക്കാനിസം ഓഫ് ഹോർമോൺ ആക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓർക്കുക, പ്രോട്ടീൻ ഹോർമോൺ ഒരിക്കലും സെല്ലിനകത്തേക്ക് കടക്കില്ല. പ്രോട്ടീൻ ഹോർമോണിൻ്റെ റിസപ്റ്റർ ഇരിക്കുന്നത് സെൽ മെംബ്രെയിനിലാണ്, പ്ലാസ്മ മെംബ്രെയിനിലാണ്. പ്ലാസ്മ മെംബ്രെയിനിൽ അത്
ഹോർമോൺ വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ ഒരു ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഫോം ചെയ്യും. ആ കോംപ്ലക്സ് ഫോർമേഷൻ്റെ ഫലമായിട്ട് റെസ്പോൺസ് 1 ഉണ്ടാകുന്നു. ആ റെസ്പോൺസ് 1ൻ്റെ ഫലമായിട്ട് ഒരു സെക്കൻഡ് മെസ്സഞ്ചർ ജനറേറ്റ് ചെയ്യുന്നു. അത് സൈക്ലിക് AMP ആകാം, Ca2+ അയോൺസ് ആകാം, IP3 ആകാം. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ബയോകെമിക്കൽ റെസ്പോൺസസ് ഉണ്ടാകുന്നു. ആ ബയോകെമിക്കൽ റെസ്പോൺസസിനെ തുടർന്ന് ഫിസിയോളജിക്കൽ റെസ്പോൺസ് ഉണ്ടാകുന്നു. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്ന FSH ആണ്. FSH ഉണ്ടാക്കുന്ന ഫിസിയോളജിക്കൽ റെസ്പോൺസ് എന്ന് പറയുന്നത് ഒവേറിയൻ ഗ്രോത്ത് ആണ്. ഇനി നമുക്ക് ഒരു സ്റ്റിറോയിഡ് ഹോർമോണിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റിറോയിഡ് ഹോർമോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിപ്പിഡ് നാച്ചുറുള്ള ഹോർമോണാണ്. അപ്പോൾ ആ ലിപ്പിഡ് നാച്ചുറുള്ള ഹോർമോണിനെ സംബന്ധിച്ചിടത്തോളം അത് ഈസി ആയിട്ട് സെൽ മെംബ്രെയിനിൽ കൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ്. അതിൻ്റെ റിസപ്റ്റർ സെൽ മെംബ്രെയിനിലില്ല. മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റേഴ്സ് അല്ല, ഇൻട്രാ സെല്ലുലാർ റിസപ്റ്റേഴ്സ് ആണ്. അതെന്ത് ചെയ്യുന്നു? ഇത് ചിലപ്പോൾ സൈറ്റോപ്ലാസത്തിനകത്താകാം, ന്യൂക്ലിയസിനകത്താകാം. പ്രോബബ്ലി ന്യൂക്ലിയസിനകത്താണ്. അപ്പോൾ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഫോർമേഷൻ നടക്കുന്നത് സെല്ലിനകത്താണ്. ന്യൂക്ലിയർ റിസപ്റ്റേഴ്സ് ആണ്. ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത് ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോണാണ്. ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഫീമെയിൽ സെക്സ് ഹോർമോണാണ് ഈസ്ട്രോജൻ. അപ്പോൾ ഈസ്ട്രോജൻ്റെ ഡിഫറൻറ്റ് ഫങ്ഷൻസ് ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഒവേറിയൻ ഫോളിക്കിൾ സെൽസിൻ്റെ ഗ്രോത്തും ഡെവലപ്മെൻറ്റും ഡിഫറൻഷിയേഷനും ഒക്കെയാണ് ഈസ്ട്രോജൻ്റെ ഫങ്ഷൻ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സിഗ്നൽ കൊടുക്കുക എന്നുള്ളതാണ്. അതെങ്ങനെയാണ് നടക്കുക? ഇത് നേരെ എന്ത് ചെയ്യുന്നു? സെല്ലിനകത്തേക്ക് പ്രവേശിക്കുന്നു. അത് ന്യൂക്ലിയസിനകത്ത് അതിൻ്റെ റിസപ്റ്റർ ഇരിപ്പുണ്ട്. ആ റിസപ്റ്റർ ഇതിനെ എന്ത് ചെയ്യുന്നു? റിസീവ് ചെയ്യുന്നു. അങ്ങനെ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാകുന്നു. ആ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് അടുത്തെന്ത് ചെയ്യുന്നു? ജീനോമിനെ ട്രിഗർ ചെയ്യുന്നു, DNA ട്രിഗർ ചെയ്യുന്നു. DNA ട്രിഗർ ചെയ്തിട്ട് ട്രാൻസ്ക്രിപ്ഷൻ എന്നൊരു പ്രോസസ്സുണ്ട്, ട്രാൻസ്ലേഷൻ എന്നൊരു പ്രോസസ്സുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അടുത്ത വർഷം നിങ്ങൾ പഠിക്കും. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ DNA നിന്നും RNA എന്ന് പറയുന്ന മോളിക്യൂൾ ഉണ്ടാകുന്ന പ്രോസസ്സ്. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ RNA നിന്നും പ്രോട്ടീൻ ഉണ്ടാകുന്ന പ്രോസസ്സ്. അപ്പോൾ ഇവിടെ സെൽ ഗ്രോത്ത് നടക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വേണം. പ്രോട്ടീൻ സിന്തസിസ് നടക്കണം. ഡിഫറൻഷിയേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ സിന്തസിസ് നടക്കണം. അപ്പോൾ ആ ഒരു ആക്ടിവിറ്റിയെ കൺട്രോൾ ചെയ്യാനായിട്ട് ഈസ്ട്രോജൻ ഹെൽപ്പ് ചെയ്യുന്നു. ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സിൽ നിന്നും ഈ ഒരു ഫോർമേഷൻ നടന്നു കഴിയുമ്പോൾ ആ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ജീനോമിനെ ട്രിഗർ ചെയ്യും, DNA ട്രിഗർ ചെയ്തിട്ട് DNA നിന്നും mRNA ഉണ്ടാകും, mRNA നിന്നും പ്രോട്ടീൻ ഉണ്ടാകും. അപ്പോൾ അതുവഴി ഫിസിയോളജിക്കൽ റെസ്പോൺസസ് ഫോം ചെയ്യും. എന്താണ് ഫിസിയോളജിക്കൽ റെസ്പോൺസ്? ടിഷ്യൂ ഗ്രോത്ത് ആൻഡ് ഡിഫറൻഷിയേഷൻ ആണ് ഫിസിയോളജിക്കൽ റെസ്പോൺസ്. ഹോർമോൺസ് വിച്ച് ഇൻറ്ററാക്ട് വിത്ത് ഇൻട്രാസെല്ലുലാർ റിസപ്റ്റേഴ്സ്, എക്സാമ്പിൾ സ്റ്റിറോയിഡ് ഹോർമോൺസ്, ഐഡോതൈറോണിൻസ് എക്സെട്ര. Mostly regulate gene expression or chromosome function by the interaction of hormone receptor complex with the genome. ജീനോമിലെ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സുമായിട്ടാണ് ഇൻറ്ററാക്ട് ചെയ്യുന്നത്. കാരണം ഇൻട്രാസെല്ലുലാർ റിസപ്റ്റേഴ്സ് ആണ്. ക്യുമുലേറ്റീവ് ബയോകെമിക്കൽ ആക്ഷൻ റിസൾട്ട് ഇൻ ഫിസിയോളജിക്കൽ ആൻഡ് ഡെവലപ്മെൻറ്റൽ എഫക്ട്സ്. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റിറോയിഡ് ഹോർമോണിൻ്റെ ആക്ഷൻ. പ്രോട്ടീൻ ഹോർമോൺ എന്ന് പറയുന്നത് അതിൻ്റെ റിസപ്റ്റർ ഇരിക്കുന്നത് മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റേഴ്സ് ആണ്. എന്നാൽ സ്റ്റിറോയിഡ് ഹോർമോൺ റിസപ്റ്റർ ഇരിക്കുന്നത് ന്യൂക്ലിയസിനകത്താണ്. സോ ഇറ്റ് ഈസ് എ ഇൻട്രാ ന്യൂക്ലിയർ റിസപ്റ്റർ ആണ്. അപ്പോൾ ഈ രീതിയിലാണ് എല്ലാ ഹോർമോൺസും അവയുടെ ആക്ഷൻ നിർവഹിക്കപ്പെടുന്നത്. അത് കൊണ്ടുവരുന്ന മെസ്സേജ് എന്താണോ ആ മെസ്സേജിനനുസരിച്ച് പെരുമാറാൻ സെല്ലിനെ ട്രിഗർ ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കേണ്ടത്. For video lessons, please subscribe TLP's biology classes. Thank you.